ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു ഫ്രൈഡ് റൈറ്റയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചപ്പാത്തിയുടെയും പൂരിയുടെയും അതുപോലെ നെയ്ച്ചോറിൻ്റെ ഒക്കെ ഒരു കൂടെ സൈഡ് ഡിഷായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോയാലോ. അതിനിവിടെ ഞാനൊരു ബൗളിൽ കട്ട തൈര് എടുത്തിട്ടുണ്ട്. പുളിയൊന്നും അധികമില്ലാത്ത കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് മറ്റൊരു ബൗളിലേക്ക് കൊട്ടി കൊടുക്കുക. എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതിനെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഒരു ക്രീമി രൂപത്തിൽ ഇതിൻ്റെ കട്ടൊക്കെ ഉടച്ചിട്ട് ക്രീമി രൂപത്തിലാക്കിയെടുക്കുക. ഞാനിതൊരു 4 പേർക്ക് കഴിക്കാനുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് തൈര് എടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലോണം ക്രീമി രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ബാക്കിയുള്ളത് റെഡിയാക്കാം. ഞാനിതവിടെ ഒരു ചട്ടി എടുത്ത് തീ കത്തിച്ചു. ചട്ടി ചൂടായ ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം അതിലോട്ട് സവാള കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാളയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പാതി മതിയാവും. അപ്പോൾ അതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴും ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, നല്ലോണം ഉടഞ്ഞു പോകരുതേ. ഇനി ഇതിലോട്ട് ഒരു കുക്കുംബറിൻ്റെ പാതി കട്ട് ചെയ്തിട്ടിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതും നല്ലോണം ഉടയാനൊന്നും പാടില്ല. ഇനി ഇതിലോട്ട് ഞാൻ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി എണ്ണ കടുക് പൊട്ടുന്ന ടൈമിൽ ഇട്ട് കൊടുക്കാൻ ഞാനൊരു സംഭവം ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇട്ട് കൊടുക്കാൻ മറന്നതിനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കാബേജ് അരിഞ്ഞ് വെച്ചതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു നീല കളറിലുള്ള കാബേജൊക്കെ ആണെങ്കിൽ നല്ലൊന്ന് കളർഫുള്ളാവും. ഞാനിവിടെ വൈറ്റ് കളറിലുള്ള കാബേജാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാനൊരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ വലിയൊരു പച്ചമുളക് ആവുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറിയ പച്ചമുളകൊക്കെ ആണെങ്കിൽ 2 എടുക്കാം. ഇനി ചെറിയ ജീരകം പൊടിച്ചത് ഒരു പിഞ്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അടിച്ചു വച്ച തൈരിലേക്ക് കൂട്ടി കൊടുക്കാം. എന്നിട്ട് തൈരും ഇതും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. ഇങ്ങനെ പഞ്ചസാരയും കൂടി ചേർത്തിട്ടൊക്കെ അവർക്ക് കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവർ വെറുതെ
കോരി കഴിച്ചോളും. അപ്പോൾ ഉപ്പിൻ്റെ ലേശം കുറവുണ്ട്, അപ്പോൾ ഞാൻ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.